ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ആഗോള ക്രൈസ്തവ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലഘട്ടത്തിലെ ആ ഒരു ക്രിസ്മസ് ഒരുക്കങ്ങൾ, ഈ കാലഘട്ടത്തിലെ ആ ഒരു ക്രിസ്മസ് ഒരുക്കങ്ങൾ രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ടൊക്കെ സുഹൃത ജപങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഉണ്ണീശോയ്ക്ക് ഓരോ ദിവസവും ഉണ്ണീശോയ്ക്ക് പട്ടുമെത്തയും ഉണ്ണീശോയ്ക്ക് കട്ടിലും ഒക്കെ നൽകിക്കൊണ്ട് ക്രിസ്മസിനായി ഒരുങ്ങുന്ന നല്ല ഓർമ്മകൾ പഴയ തലമുറയ്ക്കുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പലപ്പോഴും വെള്ളം ചേർക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം ഇന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ക്രിസ്മസ് ഒരു സെക്കുലറൈസ് ചെയ്യപ്പെടാൻ ക്രൈസ്തവർ പോലും പലപ്പോഴും കൂട്ടുനിൽക്കുന്ന ഒരു വിഷമകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. ക്രിസ്മസിൽ നിന്നും ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ എന്താണ് സംഭവിക്കുന്നത്? ഇത്തരം ആഘോഷ പ്രവണതകൾക്ക് പിന്നിലെ ഒരു അജണ്ട എന്താണ്? അപകടം എന്താണ്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോസ്. നമ്മൾ പൊതുവെ നിലപാടിൽ ഒരു സെക്കുലർ സ്വഭാവമുള്ള പല ടോപ്പിക്കുകളുമാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു നിലപാട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്ക്, പക്ഷേ ഈ കാലഘട്ടത്തിന് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നാം എടുക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ടോപ്പിക്ക് നമുക്ക് തുടക്കത്തിൽ തന്നെ പറയേണ്ടി വരും, ക്രൈസ്തവ സമുദായത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ഒരു ബാധിക്കുന്ന, അവർ കേട്ടിരിക്കേണ്ട ഒരു വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ നിലപാടിൽ പ്രതിപാദിക്കുന്നത്. തുടക്കത്തിൽ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസ്, നമ്മുടെ ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ക്രിസ്മസ്. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ക്രിസ്ത്യൻ സമുദായത്തിനിടയിലുള്ള, ക്രൈസ്തവ സമൂഹത്തിനിടയിലുള്ള ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എടുത്ത് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും പലരുടെ ഇടയിൽ ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സെക്കുലറൈസ് ചെയ്യപ്പെടുകയാണ്, അല്ലെ? ഉണ്ണീശോയാണ് ക്രിസ്മസിന്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ആ ഒരു കേന്ദ്രസ്ഥാനത്തേക്ക് സാന്താക്ലോസ് വരുന്നു, ക്രിസ്മസിന്റെ അലങ്കാര വസ്തുക്കൾ വരുന്നു. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ ചെറുപ്പമായിരുന്ന സമയത്തൊക്കെ ക്രിസ്മസ് കാർഡുകളൊക്കെ അയക്കാറുണ്ടായിരുന്നു, അല്ലെ? ക്രിസ്മസ് കാർഡിലേക്ക് പ്രധാനപ്പെട്ട ഒരു പിക്ചർ എന്ന് പറയുന്നത് പുൽക്കൂട്, പരിശുദ്ധ കന്യകാമറിയം, യോസേപ്പ് പിതാവ്, ആട്ടിടയര്, ഉണ്ണീശോ, ഇതൊക്കെ. പക്ഷെ ഇന്നത്തെ ക്രിസ്മസ് കാർഡുകൾ തന്നെ അന്യം നിന്ന് പോകുന്നു. പക്ഷേ എങ്കിൽ പോലും ക്രിസ്മസ് കാർഡുകളിൽ പോലും അത് ഉണ്ണീശോ എടുത്തു മാറ്റപ്പെടുന്നു. പലപ്പോഴും സിനിമാ താരങ്ങളൊക്കെ ക്രിസ്മസ് കാർഡുകളിൽ ഇടം പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഈ ഹാപ്പി ക്രിസ്മസ് എന്ന് പോലും പറയാൻ പല ക്രൈസ്തവരും മടിക്കുന്നു ഈ കാലഘട്ടത്തിൽ. സീസൺസ് ഗ്രീറ്റിംഗ്സ്, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്കറിയാം, ഈ കരോൾ എന്നൊക്കെ പറയുന്നത് വളരെയധികം ഉന്നതമായിട്ടുള്ള ഒരു ആത്മീയ അനുഭവം സമ്മാനിക്കുന്നതാണ് ഈ കരോൾ. കരോൾ ആക്ച്വലി എന്താണ്? ഉണ്ണീശോവിന്റെ ആ ഒരു തിരുപ്പിറവി സമൂഹത്തെ അറിയിക്കുന്ന, അക്ഷരാർത്ഥത്തിൽ നോക്കുമ്പോൾ മാലാഖമാർ അന്ന് ചെയ്ത ആ ഒരു ദൗത്യം തന്നെയാണ് ഈ കരോൾ സംഘങ്ങൾ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ കരോൾ ഗാനങ്ങൾ അല്ലെങ്കിൽ ഈ കരോൾ സംഘങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു ഭൗതികത അതിൽ കലർത്തപ്പെടുന്നു. പലപ്പോഴും ഒരു സിനിമാറ്റിക് ടോണുള്ള ഗാനങ്ങൾ, ഒരു അടിച്ചുപൊളി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കരോൾ സംഘത്തിൽ ഒരു കേന്ദ്രം, നേരത്തെ പറഞ്ഞു, സാന്താക്ലോസ് ആയിട്ട് മാറുന്നു. ഉണ്ണീശോ എവിടെയെങ്കിലും സൈഡിലൊക്കെ ഒതുങ്ങിപ്പോകുന്നു. അപ്പോൾ റോസ്, അത് വളരെയധികം ഒരു ദൗർഭാഗ്യകരം, ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് സംഭവിക്കുന്നത്? ഉണ്ണീശോ എടുത്ത് മാറ്റപ്പെടുന്നു, പക്ഷെ മറ്റു പലതിനും ഒരു കേന്ദ്രീകത, ഒരു സ്വഭാവം ലഭിക്കുന്നു. അത് വളർന്നു വരുന്ന ഒരു തലമുറയുടെ ഇടയിൽ ഈ ക്രിസ്മസിനെ കുറിച്ചുള്ള വികലമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഇടവരുത്തില്ലേ? ഇന്ന് പലയിടങ്ങളിലും നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന വചനം ഇതാണ്. പൗലോസ്ലീഹ സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമാണ്, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കുന്നു. എന്നിട്ട് പൗലോസ്ലീഹ നൽകുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പുണ്ട്, അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അപ്പൊ ഈ ഒരു വചനമാണ് പലയിടങ്ങളിലും ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾ കാണുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു വചനം ഇതാണ്. ഇപ്പൊ ഇന്നലെ തന്നെയാണെങ്കിലും വൈറ്റ് ഹൗസിലെ ഇത്തവണത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസ് അനാവരണം ചെയ്യുന്ന ഒരു ന്യൂസ് വന്നു. അപ്പൊ വളരെ കൗതുകത്തോടെയും വളരെ ഉത്സാഹത്തോടെയാണ് ആ സ്റ്റോറി കവർ ചെയ്യാനിരുന്നത്. പക്ഷെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വളരെ ഡിസപ്പോയിന്റഡ് ആയി പോയെന്ന് തന്നെ പറയാം. കാരണം അതിൽ മുഴുവൻ ഒരു കാർണിവൽ പ്രതീതിയാണ്. ഇങ്ങനെ കുറെ റൈഡുകളുണ്ട്, അതിങ്ങനെ കറങ്ങി നടക്കണ കുറെ റൈഡുകള്. പിന്നെ കുറെ ട്രീകളുണ്ട്. ആ ട്രീകളിലൊക്കെ പലതും ഇങ്ങനെ ഫിക്ഷനിലുള്ള കഥാപാത്രങ്ങൾ, നോവൽ കഥാപാത്രങ്ങളെയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു. ഒരു ക്രിബാവട്ടെ, അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ഒരു ആത്മീയത, ഇത് അമേരിക്ക എന്ന് ഓർക്കണം, ക്രൈസ്തവ രാജ്യമാണെന്ന് ഓർക്കണം, അവിടെയുള്ളത് കത്തോലിക്ക പ്രസിഡന്റ് ആണെന്ന് ഓർക്കണം. എന്നിട്ട് ഇതില് ഈ ക്രിസ്തീയമായ അല്ലെങ്കിൽ ആത്മീയമായ യാതൊരു സന്ദേശവും നൽകാത്ത ഒരു ക്രിസ്മസ് ഡെക്കറേഷനാണ് വൈറ്റ് ഹൗസിൽ അൺവെയിൽ ചെയ്യപ്പെട്ടത്. അപ്പോ അതുകൊണ്ട് തന്നെ അത് ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തേണ്ടി വന്നു. അതുപോലെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ ക്രിസ്മസ് ക്രിബുകൾ. ക്രിസ്മസ് ക്രിബുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു സുവിശേഷ പ്രഘോഷണ ഉപാധിയാണ്. കാരണം അന്ന് രക്ഷാകര ചരിത്രത്തിലെ സുപ്രധാന സംഭവം, ചരിത്രത്തിൽ രണ്ടായി ഭേദിച്ചുകൊണ്ട് സ്വർഗഭൂലോകങ്ങളുടെ രാജാവ് ഭൂജാതനായ ആ സംഭവം അതിങ്ങനെ ഒരു ദൃശ്യ അവതരണത്തിലൂടെ അവതരിപ്പിക്കുക. അത് ഒരു സുവിശേഷ പ്രഘോഷണ രീതിയാണ്. അത് ആദ്യമായിട്ട്
വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇറ്റലിയിൽ അവതരിപ്പിച്ച ആ ഒരു രംഗം, അതെന്ന് പറഞ്ഞാൽ തികഞ്ഞ ലാളിത്യത്തില്, ദാരിദ്ര്യത്തില്, അത് സ്വർഗം ഭൂമിയിൽ ഇറങ്ങിയ ഒരു അന്തരീക്ഷം പുനരാവിഷ്കരിച്ചു. അന്നത്തെ ആ തിരുപ്പിറവി ദൃശ്യം കണ്ടൊക്കെ കുറെ പേര് ആ ക്രിസ്തുവിന്റെ ആ ജനനം, ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ സന്ദേശം ഏറ്റെടുത്ത് വളരെ ഒരു സ്വർഗീയ അനുഭൂതിയിലേക്കൊക്കെ നയിക്കപ്പെടുകയുണ്ടായി. എന്നാൽ ഇന്ന് ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ദേവാലയങ്ങളിൽ പോലും നിർമ്മിക്കപ്പെടുന്ന ക്രിബുകൾ, തിരുപ്പിറവി ദൃശ്യങ്ങൾ എന്നൊക്കെ പറയുമ്പം അത് സുവിശേഷ പ്രഘോഷണം നടക്കുന്നില്ല എന്ന് മാത്രമല്ല, സുവിശേഷ വിരുദ്ധമായ ക്രിബുകളൊക്കെയാണ് ഉണ്ടാവുന്നത്. കഴിഞ്ഞ വർഷം തന്നെ 2023 ഇറ്റലിയിൽ തന്നെ ആദ്യത്തെ തിരുപ്പിറവി ദൃശ്യം നിർമ്മിച്ച ഇറ്റലിയിൽ തന്നെ ഒരു ദേവാലയത്തിന്റെ ഉള്ളില് ഒരു തിരുപ്പിറവി ദൃശ്യം വളരെ വേദനാജനകമായ ഒരു ദൃശ്യമായിരുന്നു. അതായത് 2 മാതാവുമാരെ അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു മാതാവിനെ LGBT രൂപത്തിലാണ് അവതരിപ്പിച്ചത്. വളരെ നികൃഷ്ടവും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതും വേദനിപ്പിക്കുന്നതുമായ ഒരു ദൃശ്യമായിരുന്നു. ഇറ്റലിയിലെ അവല്ലിനോ പ്രൊവിൻസിലെ സെയിന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിലായിരുന്നു ഈ ദൃശ്യം അവതരിപ്പിച്ചത്. അപ്പോ നമുക്കറിയാം, തിരുക്കുടുംബത്തിന്റെ ക്രിസ്മസിന്റെ ഒരു അനന്യത, അത് വിശുദ്ധ യൗസേപ്പ് പിതാവ് ഒരു ബ്രഹ്മചാരിയായിരുന്നു, പരിശുദ്ധ കന്യകാമറിയം കന്യകയായിരുന്നു, ക്രിസ്തുവിന്റെ തിരുപ്പിറവി അതൊരു കന്യകാ ജനനമായിരുന്നു. ഇതൊക്കെയാണ് ക്രിസ്മസിന്റെ അനന്യത, അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ഒരു അത്ഭുതം തന്നെയാണത്, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു അത്ഭുതം. ഇതിന്റെയൊക്കെ ഒരു പവിത്രതയും ആ കൺസെപ്റ്റ് തന്നെ ടോട്ടലി ഇല്ലാതാക്കി ക്രിസ്മസിന് മാത്രമല്ല സുവിശേഷത്തിന് വിരുദ്ധമായ രീതിയിൽ ഇതുപോലെയുള്ള തിരുപ്പിറവി ദൃശ്യങ്ങളൊക്കെയാണ് ഇന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു തിരുപ്പിറവി ദൃശ്യത്തിനും സപ്പോർട്ടുമായിട്ട്, അതായത് പുരോഗമന ചിന്താഗതിക്കാരെ, ഇങ്ങനെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നത് നല്ലതാണ്, ഇതിനെ സപ്പോർട്ട് ചെയ്യണം, ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് രംഗത്ത് വന്നു. ഈ ഒരു പ്രവണതയാണ് ഇന്ന് ലോകത്തിൽ വർദ്ധിച്ചു വരുന്നത്. തികച്ചും വേദനാജനകമായ കാര്യങ്ങളാണ്. അത് വളരെ കറക്റ്റാണ്. മറ്റൊരു ആസ്പെക്ട് അതിനകത്തുള്ളത്, ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താണ്? അത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. ക്രിസ്ത്യൻസ് എങ്ങനെ തനിമയോടെ ഈ ഒരു ആഘോഷത്തെ നോക്കിക്കാണുന്നു, ക്രൈസ്തവ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു, അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം ഈ സെക്കുലർ വേൾഡിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇവിടെ തിരിച്ചാണ് സംഭവിക്കുന്നത്. സെക്കുലർ വേൾഡ് എങ്ങനെ ക്രിസ്മസിനെ കാണുന്നു, അതിന്റെ ഒരു പ്രതിഫലനം ക്രിസ്ത്യാനികൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് വളരെ ഒരു അപജയം തന്നെയല്ലേ ജോർജ്? ഒരിക്കലും സെക്യുലർ വേൾഡ് ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കുന്നതല്ല, നമ്മളാണ് അത് അങ്ങോട്ടേക്ക് പകർന്നു കൊടുക്കുന്നത്. ഏത് മതത്തിന്റെ വിശ്വാസമാണെങ്കിലും അവരാണ് നമുക്കത് കാണിച്ചു തരുന്നത്, അതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്ത്യാനികളാണ് കൃത്യമായിട്ട് ഇങ്ങനെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രധാന കാരണം വരുന്നത് അവർക്കൊരു ക്രിസ്തുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അവരുടെ നഷ്ടപ്പെടുന്നതാണ് അതിന്റെ വിഷയം. ഇപ്പോൾ ക്രിസ്തുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ പിന്നെ ക്രിസ്തുവിന്റെ മനസ്സറിയാൻ നമുക്ക് സാധിക്കില്ല. ക്രിസ്തുവിന്റെ മനസ്സറിയാതെ വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിന് നേർവിരുദ്ധമായ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എനിക്കൊരു ചെറിയൊരു കഥ ഓർമ്മ വരികയാണ്, എൻ്റെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ളതാണ്. ഒരു ആശ്രമത്തിൽ അവിടെ ഒരു ആശ്രമാധിപനും പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും. അപ്പോൾ അവിടെ സന്ധ്യാസമയത്ത് പ്രാർത്ഥന നടക്കും. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പെറ്റായിട്ടുള്ള ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ച ഈ ശിഷ്യന്മാരുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് വാലുകൊണ്ടൊക്കെ സ്പർശിച്ച് ഇങ്ങനെ ആ ശിഷ്യന്മാരുടെ ഇടയിൽ നടക്കും. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ശ്രദ്ധ മുഴുവൻ എപ്പോഴും ഈ പൂച്ചയുടെ നേരെയും. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ശ്രദ്ധ മുഴുവൻ പ്രാർത്ഥനയിൽ നിന്ന് മാറി ഈ പൂച്ചയിലോട്ട് തിരിയുന്നു എന്ന് കണ്ടപ്പോൾ ഈ മഠാധിപതി ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ആ പൂച്ചേനെ സന്ധ്യാസമയത്തെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പൂച്ചയെ തൊട്ടപ്പുറത്ത് തന്നെ കെട്ടിയിടും. ഇതിനെ കെട്ടിയിട്ടതിന് ശേഷമായിരിക്കും അവര് പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പോൾ പൂച്ചയുടെ ശല്യം ഉണ്ടാവില്ല. പൂച്ചേനെ അവർക്ക് ഇഷ്ടമാണ്, പക്ഷെ പ്രാർത്ഥന തടസ്സപ്പെടുത്തുന്ന ഒറ്റ കാരണത്തിൽ ആ പൂച്ചേനെ അവരുടെ പ്രാർത്ഥന സെന്ററിൽ നിന്ന് അവർ കുറച്ച് മാറ്റിവെച്ചു. ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഈ ആശ്രമാധിപതി പോയി, പിന്നീട് ശിഷ്യന്മാർ മാറി. പിന്നീട് എന്തുണ്ടായി? പിന്നീട് വന്ന തലമുറ ചെയ്തിരുന്നത്, അവർ ഒരു സന്ധ്യാപ്രാർത്ഥന തുടങ്ങണമെങ്കിൽ അവരുടെ ആദ്യത്തെ പരിപാടി എവിടെന്നെങ്കിലും ഒരു പൂച്ച, ആ പൂച്ചയും ചത്തുപോയി, അന്നത്തെ ആ പൂച്ചയും ചത്തുപോയി, എവിടെന്നെങ്കിലും ഒരു പൂച്ചേനെ അവർ തപ്പി പിടിച്ചു കൊണ്ടുവരും, അതിനെ അവിടെ കൊണ്ട് കെട്ടിയിടും, എന്നിട്ട് അവരവരുടെ പ്രാർത്ഥന ആരംഭിക്കും. അതായത് അതൊരു ആചാരമായിട്ട് മാറി. കുറച്ചും കൂടി നാൾ കഴിഞ്ഞപ്പോൾ പിന്നീട് അതൊരു അനാചാരമായിട്ട് മാറുകയാണ്. അതായത് പിന്നീട് പൂച്ചേനെയും കിട്ടാതായി. ഇപ്പൊ പൂച്ചേനെ കിട്ടാതായപ്പോൾ പിന്നീട് വന്ന തലമുറകൾ എന്ത് ചെയ്തു? അവരൊരു പൂച്ചയുടെ ഒരു രൂപം ഉണ്ടാക്കി, ആ രൂപത്തിനെ അവരുടെ റൂമിലെ ഒരു സൈഡിൽ പ്രതിഷ്ഠിച്ചു. പിന്നീട് നാളുകൾ കൊണ്ട് സംഭവിച്ചതാണ്, ഈ പൂച്ച പതുക്കെ 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 ഈ പൂച്ചയുടെ രൂപം അവരുടെ പ്രാർത്ഥനയുടെ സെൻട്രൽ പോയിന്റിലോട്ട് വന്നു. പിന്നെ അവിടെ ആരോടാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്, ആ പ്രാർത്ഥനയുടെ സെൻട്രൽ പോയിന്റിൽ ഇപ്പൊ പൂച്ചയായി. ആ പൂച്ച ഈ പുതിയ കാലത്ത് ഒരു പൂച്ചയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പൂച്ചയുടെ രൂപമായിരുന്നെങ്കിൽ ആ പൂച്ച ചിലപ്പോൾ ഡിസ്കോ ഡാൻസ് കളിക്കും, ഈ ഇലുമിനാറ്റി പാട്ടിനൊക്കെ ഒപ്പം ഡാൻസ് കളിക്കും ഒക്കെ ചെയ്യാവുന്ന ഒരു ടൈപ്പ് പൂച്ചേനെ ആയിരിക്കും ഇപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവായിരിക്കാം. പക്ഷെ കഥയിൽ അങ്ങനെയില്ല. പക്ഷെ ഇത് തന്നെയല്ല ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ സംഭവിക്കുന്നത്. ക്രിസ്തു അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റപ്പെട്ടു, ക്രിസ്തുമസിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇപ്പോൾ ആരാണ് അവിടെ? അവിടെ സാന്താക്ലോസ് ആണ് ഇരിക്കുന്നത്. ഈ സാന്താക്ലോസ് എന്ന് പറയുന്നത് വളരെ മഹത്തമായ ഒരു ആശയമാണ്. സെയിന്റ് നിക്കോളാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാരുണ്യത്തിന്റെ ഒരു മൂർത്തിഭാവമാണ് ഈ പിന്നീട് സാന്താക്ലോസ് ആയിട്ട് വരുന്നത്.
ഈ സാന്താക്ലോസ് പൂച്ചയ്ക്ക് രൂപം മാറി മാറി വന്നതുപോലെ ഇപ്പോൾ എങ്ങനെയാണ് അതിന്റെ അവസ്ഥ? ഒരു കാലത്ത് കൊക്കക്കോള അവരുടെ പരസ്യ പ്രചാരണത്തിനായിട്ട് ഈ സാന്താക്ലോസിന്റെ രൂപം മുഴുവൻ മാറ്റിയെടുത്തു. ആ സാന്താക്ലോസിനെയാണ് ഇപ്പോൾ നമ്മൾ സാന്താക്ലോസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് സെന്റ് നിക്കോളാസ് പോയി. ഇപ്പൊ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? ക്രിസ്തു ഇല്ല, ക്രിസ്തുവിന്റെ സ്ഥാനത്ത് സാന്താക്ലോസ് ആയിരിക്കുന്നു. ഇപ്പോൾ തന്നെ യൂറോപ്പിലെ കുട്ടികളോട് ക്രിസ്മസ് ആരുടെ ബർത്ത്ഡേ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് സാന്താക്ലോസിന്റെ ബർത്ത്ഡേ ആണെന്ന് പറയും. ഇവിടെ മറ്റു വിശ്വാസങ്ങൾ അവരുടെ വിശ്വാസത്തെ പരിപാലിക്കാൻ വേണ്ടി, അവരുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതിന്റെ നേർ ഓപ്പോസിറ്റ് ആയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ക്രിസ്തു അല്ല താരം, ഇവിടെ സാന്താക്ലോസ് ആണ് താരം. ഈ സാന്റാക്ലോസിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ പറയണത്, ഈ ഇപ്പോഴത്തെ സാന്റാക്ലോസുകളൊക്കെ എന്നാ ചെയ്യണം, കുറെ പാട്ട് പാടി ഡാൻസ് ചെയ്ത് ഒരു കോമാളി വേഷം കെട്ടി, പലപ്പോഴും സാന്റാക്ലോസിന്റെ വേഷം കെട്ടി ഈ ക്രിസ്മസിന്റെ പേരിൽ പിരിവ് നടത്താനിറങ്ങി ആ പിരിച്ചു കിട്ടുന്ന പണം ഉപയോഗിച്ച് കള്ളു കുടിക്കാനും ഒരുമിച്ച് ഉല്ലസിക്കാനും ഒക്കെ ആയിട്ട് ഈ പണം ചെലവഴിച്ച് അങ്ങനെ ഒരു രൂപത്തിലേക്ക് ഈ സാന്റാക്ലോസിനെ ദുരുപയോഗിക്കുന്ന ഒരു രീതിയും ഇപ്പൊ നിലവിലുണ്ട്. ഈ സാന്റാക്ലോസ് ആരായിരുന്നു? ശരിക്കും ഈ സാന്റാക്ലോസ് എന്ന് പറയുന്നത് തുർക്കിയിൽ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായ ബിഷപ്പായിരുന്നു, വിശുദ്ധ നിക്കോളാസ് എന്ന് പറയുന്ന ആളാണ്. പിന്നീട് ആ നിക്കോളാസിൽ നിന്നാണ് ഈ സാന്റാക്ലോസിന്റെ കൺസെപ്റ്റ് ഉരുത്തിരിഞ്ഞു വന്നത്. ഈ വിശുദ്ധ നിക്കോളാസ് വളരെ നല്ലവനായ ഒരു അജപാലന ശ്രേഷ്ഠനായിരുന്നു, ആ കാലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. വളരെയേറെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയുധമാക്കിയ വളരെ തീക്ഷ്ണമതിയായ ഒരു ബിഷപ്പ് തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹം ചെയ്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഇടവകയില് ഒരു അപ്പൻ നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന്റെ പെൺമക്കളെ 3 പേരെ വേശ്യാവൃത്തിക്ക് അയക്കേണ്ട ഒരു ഗതികേടിൽ എത്തി നിൽക്കുന്ന ഒരു സമയം. അപ്പോ ഈ അപ്പൻ അറിയാതെ ഈ 3 പെൺമക്കളെയും വിവാഹം കഴിച്ച് വിടാനുള്ള സ്വർണം അല്ലെങ്കിൽ അതിന് വേണ്ട തുക ഈ പിതാവ് അറിയാതെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇന്ന് സാന്റാക്ലോസ് എന്ന കൺസെപ്റ്റ് വന്നത്. സാന്റാക്ലോസ് ആവശ്യമുള്ളവർക്ക് അവരറിയാതെ അവർക്ക് സഹായം എത്തിക്കുന്നു, സമ്മാനങ്ങൾ എത്തിക്കുന്നു, അങ്ങനെയാണ് അത് വന്നത്. അപ്പൊ അത്രയും പരോപകാരിയായ, അത്രയും വിശുദ്ധനായ, അത്രയും കാരുണ്യവാനായ ഒരു മനുഷ്യൻ എന്ന് തന്നെയല്ല, വിശ്വാസത്തെ പ്രതി അങ്ങേയറ്റം തീക്ഷ്ണമതിയായിരുന്നു. അദ്ദേഹം ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ജയിൽവാസം അനുഭവിച്ച ഒരു വിശുദ്ധനാണ്. വിശ്വാസത്തിന് വേണ്ടി വലിയ വില കൊടുത്ത മനുഷ്യനാണ്. അതുപോലെ തന്നെ ആര്യൻ പാഷണ്ഡതയ്ക്കെതിരെ ശക്തമായ സ്വരമുയർത്തിയ ധീരനായ ഒരു വിശുദ്ധനാണ്. ആ വിശുദ്ധന്റെ വേഷം അണിഞ്ഞിട്ടാണ് ഇന്ന് ഈ കോപ്രായങ്ങൾ അല്ലെങ്കിൽ പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ കുറെ നാളുകളായിട്ട് ഈ കരോൾ ഗാനങ്ങൾ പലപ്പോഴും സിനിമാറ്റിക് ടോണിലുള്ള കരോൾ ഗാനങ്ങൾ അല്ലെ, അത് യൂത്തിനെ അട്രാക്ട് ചെയ്യാനാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജനനത്തെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹല്ലേലൂയ എന്നൊരു വാക്ക്. ഒരു ഉദാഹരണം പറയാം. നമുക്കറിയാം, നമ്മൾ ഈ ഒരു മനോഹരമായിട്ട് നല്ല രുചിയുള്ള ഒരു പാൽപ്പായസം അത് എന്തായാലും വിളമ്പുന്നത് നല്ല ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ പാത്രത്തിലായിരിക്കണം വിളമ്പേണ്ടത്, അല്ലാണ്ട് മോശം അഴുക്ക് പിടിച്ച ഒരു പാത്രത്തിലല്ല വിളമ്പേണ്ടത്. അപ്പൊ ക്രിസ്തുവിന്റെ സന്ദേശം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനനത്തെ അറിയിക്കുന്ന സന്ദേശം അതൊരു മനോഹരമായിട്ടുള്ള വാക്കാണ്. അത് വിളമ്പേണ്ടത്, അല്ലെങ്കിൽ ആ ഗാനം വിളമ്പേണ്ടത് അത് ഒരു അഭിഷേകം നിറഞ്ഞ, അല്ലെങ്കിൽ സ്പിരിച്വലി ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു അഭിഷേകം നിറഞ്ഞ ഒരു ടോണിലൂടെയാണ് ആ ഗാനം ലോകത്തെ അറിയിക്കേണ്ടത്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നിരവധി സിനിമാ ഗാനങ്ങൾ, ഇലുമിനാറ്റി പോലുള്ള ഗാനങ്ങൾ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്ത ഭൂലോകം സൃഷ്ടിച്ച അത്തരം ഗാനങ്ങളൊക്കെ വളരെയധികം വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. അത് ക്രൈസ്തവ അവഹേളനമാണെന്ന് കൃത്യമായിട്ട് പല ഘട്ടത്തിലും നാം ചൂണ്ടിക്കാണിച്ചതാണ്. ഈ പ്രാവശ്യത്തെ കരോളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് തന്നെ അറിയാം. അപ്പോൾ അത്തരം ഗാനങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പിറവിയെ ലോകത്തോട് അറിയിക്കുന്ന അത്തരം ഗാനങ്ങൾ എന്ന് പറയുന്നത് അത് ലോകത്തെ അറിയിക്കേണ്ടത് ഒരു അഭിഷേകം നിറഞ്ഞ ഒരു ടോണിലൂടെയാണ്, അല്ലാണ്ട് സിനിമാറ്റിക് ടോണൊന്നും ഉപയോഗിച്ചിട്ടല്ല ക്രിസ്തുവിന്റെ ജനനത്തെ പ്രഘോഷിക്കേണ്ടത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ ക്രിസ്മസ് സീസൺ കഴിയുമ്പോൾ, ഡിസംബർ 25 ഒക്കെ കഴിയുമ്പോൾ സർക്കാർ ഒരു കണക്കൊക്കെ പുറത്തുവിടാറുണ്ട്. ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന, അത് ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലായിരിക്കും റെക്കോർഡ് മദ്യവിൽപ്പനയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതൊക്കെ ക്രിസ്മസിന്റെ ആത്മീയതയൊക്കെ ഹനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പൂർവികരുടെയും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലെ ക്രിസ്മസ് എന്ന് പറയുന്നത് അതിനൊരു ആത്മീയമായിട്ടുള്ള നല്ലൊരു ഒരുക്കമുണ്ടായിരുന്നു. ഡിസംബർ 1 മുതൽ 25 വരെ എല്ലാവരും ഒരുമിച്ച് രാവിലെ പള്ളിയിൽ പോകുന്നു, പാതിരാ കുർബാനയിൽ പങ്കെടുക്കുന്നു. പലപ്പോഴും ഇപ്പോൾ പാതിരാ കുർബാനയൊക്കെ എന്ന് പറയുന്നത് ഒരു ചടങ്ങായിട്ട് മാത്രം പലരും കാണുന്നു. പാതിരാ കുർബാനയ്ക്കൊക്കെ ആളുകൾ കുറഞ്ഞു വരുന്നു. പാതിരാ കുർബാന എന്നൊക്കെ പറയുന്നതാണ് ക്രിസ്മസിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്, അതിന്റെ ഒരു തനിമ എന്നൊക്കെ പറയുന്നതാണ്. ഓക്കെ, ആരോഗ്യമില്ലാത്തവർ, രോഗാവസ്ഥയിലായിരിക്കുന്നവർക്കൊക്കെ നമുക്ക് അത് ചിന്തിക്കാം. പക്ഷേ എങ്കിൽ പോലും അതൊക്കെയാണ് ഒരു പാരമ്പര്യത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അത് സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രശ്നം തോന്നണമെന്നില്ല. ഇപ്പൊ 1 വർഷം, 2 വർഷം, 3 വർഷം, പക്ഷേ അടുത്തൊരു തലമുറയിലേക്ക്, ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഒരു 10 വർഷം 20 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ക്രിസ്മസ് എന്താണെന്ന് പോലും അറിയില്ലാത്ത ഒരു ക്രൈസ്തവ തലമുറ ഇവിടെ വളർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ
വേറൊരു വശം ഇതിൻ്റെ അകത്ത് വരുന്നത്, ഈ ആത്മീയമായിട്ടുള്ള ആഘോഷങ്ങളിൽ നാം വെള്ളം ചേർത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മീയ തനിമ നാം തന്നെ അറിഞ്ഞുകൊണ്ട് അത് ശോഷിപ്പിച്ചു കഴിയുമ്പോൾ, അത് ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഈ ക്രൈസ്തവ സമുദായത്തിന് അടിത്തറ ദുർബലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ഒരു ഭൗതികമായിട്ടുള്ള സ്ട്രക്ചറിന്റെ ബലക്ഷയമല്ല അവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഈ ആത്മീയ കാര്യങ്ങളിൽ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ അത് നമ്മൾ പോലും അറിയാതെ ക്രൈസ്തവ സമുദായത്തിന് നേരെ പുറമേ നിന്നും അകത്തു നിന്നൊക്കെ ആക്രമണങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്നു. അതിന്റെ റൂട്ട് കോസിലേക്കൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ആത്മീയ കാര്യങ്ങളിൽ വെള്ളം ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും അത്തരം പ്രശ്നങ്ങളൊക്കെ സഭയ്ക്കും സമുദായത്തിനും ഒക്കെ നേരിടേണ്ടി വരുന്നത്. ജോർജ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഓരോ ക്രൈസ്തവന് ചുറ്റും അവനൊരു സംരക്ഷണ വേലിയുണ്ട്. ഈ വേലിക്ക് അപ്പുറത്തേക്ക് പോകാൻ നമ്മളെ വിളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വേലിയാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വം. ഈ സുരക്ഷിതത്തിന്റെ വേലിയാണ് നമ്മുടെ ഈ ചെയ്യുന്ന പ്രക്രിയകളിലൂടെ നമ്മൾ പൊളിച്ചു കളയുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ക്രിസ്തുവിന്റെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രക്ഷകന്റെ ബർത്ത്ഡേ ആഘോഷിക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കളുടെയോ അമ്മയുടെയോ അപ്പന്റെയോ ഒക്കെ നമ്മൾ ബർത്ത്ഡേകൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുക? അത് ആ വ്യക്തിയെ സന്തോഷിപ്പിക്കുക. അതാണല്ലോ നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യം. അതിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. പക്ഷെ ഇവിടെ ക്രിസ്തുവിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ വ്യക്തിയെ മാക്സിമം വേദനിപ്പിക്കുക. ആ വ്യക്തിയുടെ മനസ്സറിയാതെ, അല്ലെങ്കിൽ ക്രിസ്തു എന്തിലാണ് സന്തോഷിക്കുന്നത് അറിയാതെ ക്രിസ്തുവിനെ നമ്മൾ ഇങ്ങനെ കരുതിക്കൂട്ടി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എസെക്കിയേൽ പ്രവചനത്തിലൊരു വാക്കുകളുണ്ട്: മനുഷ്യപുത്ര, എന്റെ വിശുദ്ധ സ്ഥലത്തു നിന്നും എന്നെ തുരത്തുവാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൂട്ടുന്ന മ്ലേച്ഛതകൾ നീ കാണുന്നില്ലേ? ഈ വാചകം എന്നാണ് നമ്മളോട് എല്ലാവരോടും ഇപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ടാവുക. ഇവിടെയല്ല നമ്മളൊരു മടങ്ങി വരവിലേക്ക് വരേണ്ട ഒരു ആവശ്യകതയെ കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നേരത്തെ റോസും ജോർജിയൊക്കെ സൂചിപ്പിച്ചു. അതായത് ഈ കരോൾ ഗാനത്തിന്റെയൊക്കെ ഒരു ആരംഭം എന്ന് പറയുന്നത് മാലകമാർ പാടിയ ആ ദൈവസ്തുതിയിൽ നിന്നാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഇതിൽ നിന്നാണ് ഈ കരോൾ ഗാനങ്ങളെല്ലാം ആരംഭിക്കുന്നത്. ഇന്നത്തെ കരോൾ ഗാനങ്ങൾ എന്താണ് ചെയ്യുന്നത്? ദൈവനിന്ദയാണ് ചെയ്യുന്നത്. ദൈവനിന്ദാപരമായ കരോൾ ഗാനങ്ങളാണ് പലരും പാടുന്നതും പലരും ആഘോഷിക്കുന്നതും പലരും അത് കൊണ്ടു നടക്കുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവര് ചിന്തിക്കുന്നത് ഞങ്ങൾ ക്രിസ്മസ് ഇങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ക്രിസ്മസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്രിസ്മസിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനനത്തിൽ നമ്മൾ ആനന്ദിക്കുന്നവരാണ് ആകേണ്ടത്, അല്ലാതെ ആർമാദിക്കുന്നവരാകരുത്. നമ്മുടെ ആർമാദത്തിന് വേണ്ടിയിട്ടല്ല ക്രിസ്മസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രിസ്മസ് ക്രിസ്തുവിന്റെ ജനനം, അത് നമുക്ക് വേണ്ടി ജനിച്ചവന്റെ ജന്മദിനമാണ്. ആ ജന്മദിനം അതിന്റെ പവിത്രതയോടുകൂടി നമ്മൾ ആചരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കും. ഓക്കെ, നമ്മൾ ഏറ്റവും കൺക്ലൂഷനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇത് പറയുമ്പോൾ ഒരിക്കലും പ്രേക്ഷകർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്, ഒരു ഭൗതികമായിട്ടുള്ള ഒരു ആഘോഷം പാടില്ല എന്നുള്ള ആ ഒരു ആംഗിളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം, ലോകരക്ഷനായ ക്രിസ്തുവിന്റെ ജനനമാണ്. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കണം. പക്ഷെ അതിലൊരു ക്രിസ്തീയത ഉണ്ടാവണം. നമുക്ക് പാട്ടുകൾ പാടാം, അത് നൃത്തച്ചുവടുകൾ വെക്കാം, വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാം, ഒരുമിച്ച് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാം, കരോൾ ഗാനങ്ങളും അല്ലെങ്കിൽ കരോൾ ഗാനങ്ങളും ഒക്കെ പാടി മനോഹരമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ച് വീടുകളൊക്കെ അലങ്കരിക്കാം. സാന്താക്ലോസ് തീർച്ചയായിട്ടും വേണം. പക്ഷെ അവിടെ ക്രിസ്തു ആയിരിക്കണം ഒരു കേന്ദ്രം എന്ന് പറയുന്നത്, ക്രിസ്തീയത ആയിരിക്കണം അതിൻ്റെ ഒരു തനിമ എന്ന് പറയുന്നത്. അത് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആഘോഷങ്ങളൊക്കെ വെറും വേസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് പറയേണ്ടി വരും. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കേണ്ട ഒരു തിരുനാളാണ്, ആത്മീയമായിട്ട് ഏറ്റവും ഒരുങ്ങേണ്ട ഒരു തിരുനാളാണ്. ഇതിന്റെ രണ്ടിന്റെയും കൊണ്ടേയും ഒരു കൃത്യമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്കും പറയാൻ ആഗ്രഹിക്കും. അപ്പം നമുക്കറിയാം, നമുക്ക് ഈ വരുന്ന ആഴ്ചകളിലൊക്കെ നമ്മുടെ പല ക്രൈസ്തവ സ്ഥാപനങ്ങളിലൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒക്കെ നടക്കും. അപ്പോൾ അവിടുത്തെ ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ മേധാവിമാരോടും അല്ലെങ്കിൽ അരുൺ പറഞ്ഞതുപോലെ നമ്മുടെ പള്ളികളോടും ഒക്കെ നമുക്ക് പറയാനുള്ളത് ഇതാണ്: ഒരിക്കലും ക്രിസ്മസ് ആഘോഷത്തിൽ നിന്ന് ആ ഒരു ക്രിസ്തീയത എടുത്ത് മാറ്റപ്പെടാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. അത് എന്തിന്റെ പേരിലാണെങ്കിൽ, ഒരു മതേതരത്വത്തിന്റെ പേരിലാണെങ്കിൽ പോലും ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, വളരെ പരിപാവനമായിട്ടുള്ള ആഘോഷമാണ്. അതിൽ നിന്ന് ക്രിസ്തീയത ഒരിക്കലും മാറ്റപ്പെടാൻ ഒരു കാരണവശാലും ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ആരും അതിന് ഒരു കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പകാലത്തുണ്ടായ ഒരു സംഭവം ഓർമ്മ വരികയാണ്. ഇതുപോലെ ഒരു ക്രിസ്മസ് രാത്രി തലേ ദിവസം ഞങ്ങളിങ്ങനെ ക്രിസ്മസിന്റെ എല്ലാ ഒരുക്കങ്ങളും വളരെ മനോഹരമായിട്ടൊരു ക്രിസ്മസ് കൂടുണ്ടാക്കി, അതുപോലെ തന്നെ ദീപാലങ്കൃതമാക്കി, അതുപോലെ തന്നെ വീടൊക്കെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചു. അതിനുശേഷം പാതിരുവാനിക്ക് പോയി പള്ളിയിൽ പോയിട്ട് നോയമ്പ് വീടി കേക്ക് മുറിച്ചു. വീട്ടിൽ രാവിലെയും വീണ്ടും ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നു, ആ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ കുറച്ചു നേരം കിടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി 25-ാം തീയതി രാത്രി ക്രിസ്മസ് കൂടെ നോക്കുമ്പോൾ അവിടെ ഉണ്ണീശു ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്, സാധാരണ ക്രിസ്മസിന് പാതിര കുർബാന കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളുണ്ടാക്കിയ പുൽക്കൂട്ടിൽ ഉണ്ണീശനെ വെക്കുന്നത്. ആ കാര്യം ഞങ്ങൾ വിട്ടുപോയി. നോക്കുമ്പോൾ ഉണ്ണീശ രൂപങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആ പെട്ടിയിലെ ഉണ്ണീശ അവിടെ കിടക്കുകയാണ്, അശ്രദ്ധമായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ ഇത് തന്നെയാണ് ഇന്നും നമ്മുടെ ജീവിതങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്രിസ്മസ് ഉണ്ട്, പക്ഷെ ക്രിസ്തു ഇല്ല.
ക്രിസ്തുവിനെ നമ്മൾ മറന്നു പോകുന്നു. അതായത് ദൈവമായ കർത്താവ് ഏശയ്യാ പ്രവചനത്തിൽ വളരെ വേദനയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസ്യകളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു. അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ കർത്താവ് നോക്കുമ്പം കർത്താവിന്റെ മനസ്സിന് ഇതായിരിക്കോ പറയാനുണ്ടാവും, അതേ കർത്താവിന്റെ മനസ്സിൽ സന്തോഷമായിരിക്കോ? ഈ ഒരു കാര്യമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. കർത്താവ് മഹത്വപ്പെടുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. ക്രിസ്തുവിന്റെ ജനനം നമ്മൾ അതിഗംഭീരമായി തന്നെ ആഘോഷിക്കണം. അതിൽ ക്രിസ്തുവായിരിക്കണം മഹത്വപ്പെടേണ്ടത്. ആത്മീയമായും ഭൗതികമായും അതിഗംഭീരമായി തന്നെ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. പക്ഷേ ക്രിസ്മസ് ആഘോഷങ്ങളിൽ അതിന്റെ കേന്ദ്രം ക്രിസ്തു ആയിരിക്കട്ടെ. ആ ആഘോഷങ്ങളുടെ ഒരു തനിമ എന്ന് പറയുന്നത് ക്രിസ്തീയതയായിരിക്കട്ടെ. ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ മാറ്റി നിർത്തുവാൻ ക്രൈസ്തവൻ എന്ന നിലയിൽ ആരും തയ്യാറാകാതിരിക്കട്ടെ. അത് വൈദികനായിക്കോട്ടെ, അൽമായനായിക്കോട്ടെ, അതിനാരും കൂട്ടുനിൽക്കാതിരിക്കട്ടെ. കാരണം ഇത്തരം ആത്മീയ ആഘോഷങ്ങളിൽ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ക്രൈസ്തവ സമുദായത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ തന്നെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ക്രിസ്തീയമായ തനിമയോടുകൂടി തന്നെ, പാരമ്പര്യമായ ആ ഒരു തനിമയോടുകൂടി തന്നെ ആത്മീയമായും ഭൗതികമായിട്ടും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.